ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേര് എന്താണ്? സെലനോളജി. സെലനോളജിയാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ. ഒറ്റത്തവണ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ച രാജ്യം ഇന്ത്യയാണ്. ഈ ദൗത്യത്തിന് ISRO ഉപയോഗിച്ച വാഹനം ഏതാണ്? PSLV C-37. PSLV C-37 ആണ് ഒറ്റത്തവണ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കാൻ ISRO ഉപയോഗിച്ച വാഹനം. 104 ഉപഗ്രഹങ്ങളെയാണ് ബഹിരാകാശത്തെത്തിച്ചത്. 2017 ഫെബ്രുവരി 15 വിക്ഷേപിച്ചത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണ്? 21 ജൂലൈ 1969. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 21 ജൂലൈ 1969. ISRO രൂപീകരിച്ച വർഷം ഏതാണ്? 1969 ആഗസ്റ്റ് 15 ISRO രൂപീകരിച്ചത്. 1969 ആഗസ്റ്റ് 15 ISRO നിലവിൽ വന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ അതേ വർഷം തന്നെയാണ് ISRO നിലവിൽ വന്നത്. 1969 സ്വാതന്ത്ര്യദിനത്തിലാണ് ISRO നിലവിൽ വന്നത്. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം പൂർത്തിയാക്കിയ ഏക രാജ്യം ഇന്ത്യയാണ്. ഈ ദൗത്യത്തിൻ്റെ പേരെന്താണ്? മംഗൾയാൻ. മംഗൾയാൻ ആണ് ഇന്ത്യയുടെ ആദ്യ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേര്. 2013 നവംബർ 5 വിക്ഷേപിച്ചു. 2014 സെപ്റ്റംബർ 24 മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ നിരീക്ഷണ നിലയം ഏതാണ്? ഹാൻലെ നിരീക്ഷണശാല. ലഡാക്കിലെ ഹാൻലെ നിരീക്ഷണശാലയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ നിരീക്ഷണ നിലയം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ്? ഒളിമ്പസ് മോൺസ്. ചൊവ്വാഗ്രഹത്തിലെ ഒളിമ്പസ് മോൺസ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏതാണ്? ശനി. ശനി ഗ്രഹമാണ് സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം. ജലത്തിൽ ഇടാൻ കഴിയുമെങ്കിൽ അത് പൊങ്ങിക്കിടക്കും എന്ന് ശനിയെക്കുറിച്ച് പറയാറുണ്ട്. ചന്ദ്രനിൽ അവസാനമായി നടന്ന മനുഷ്യൻ ആരാണ്? യൂജിൻ സെർനാൻ. യൂജിൻ സെർനാൻ ആണ് ചന്ദ്രനിൽ അവസാനമായി നടന്ന മനുഷ്യൻ. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ പര്യവേക്ഷണ വാഹനം ഏത്? ലൂണ 1. USSRന്റെ ലൂണ 1 ആയിരുന്നു ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ പര്യവേക്ഷണ വാഹനം. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയായ ആകാശഗംഗയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗാലക്സി ഏതാണ്? ആൻഡ്രോമിഡ. ആൻഡ്രോമിഡയാണ് ആകാശഗംഗയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗാലക്സി. ഒരു മാസത്തിൽ 2 തവണ പൗർണമി വന്നാൽ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രന് പറയുന്ന പേര് എന്താണ്? ബ്ലൂ മൂൺ. ഒരു മാസത്തിൽ 2ാം തവണയും പൂർണ്ണചന്ദ്രൻ വരുമ്പോൾ ആ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്ന പേരാണ് ബ്ലൂ മൂൺ. ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രനെ നോക്കുമ്പോൾ കാണുന്ന കറുത്ത പാടുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മരിയ. ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രനെ നോക്കുമ്പോൾ കാണുന്ന കറുത്ത പാടുകളെ മരിയ എന്നാണ് വിളിക്കുന്നത്. മരിയ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം കടലുകൾ എന്നാണ്. സൗരയൂഥത്തിലെ ഛിന്നഗ്രഹമേഖല അഥവാ ആസ്ട്രോയിഡ് ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം ഗ്രഹങ്ങൾക്കിടയിലാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് സൗരയൂഥത്തിലെ ഛിന്നഗ്രഹമേഖല അഥവാ ആസ്ട്രോയിഡ് ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്.
ചന്ദ്രനിൽ കാലുകുത്തിയ ഏക ശാസ്ത്രജ്ഞനായ ആസ്ട്രോനോട്ട് ആരാണ്? ഡോക്ടർ ഹാരിസൺ ജാക്ക് സ്മിത്ത്. ഡോക്ടർ ഹാരിസൺ ജാക്ക് സ്മിത്ത് എന്ന ജിയോളജി ശാസ്ത്രജ്ഞനാണ് ചന്ദ്രനിൽ കാലുകുത്തിയ ശാസ്ത്രജ്ഞനായ ബഹിരാകാശ സഞ്ചാരി. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യന് ചുറ്റും കാണപ്പെടുന്ന മോതിരവളയം പോലെയുള്ള പ്രകാശവലയത്തിന് പറയുന്ന പേര് എന്താണ്? കൊറോണ. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യന് ചുറ്റും കാണപ്പെടുന്ന മോതിരവളയം പോലെയുള്ള പ്രകാശവലയത്തിൻ്റെ പേരാണ് കൊറോണ. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങും സംഘവും ഏത് വാഹനത്തിലാണ് ചന്ദ്രനിലേക്ക് പോയത്? അപ്പോളോ 11. അപ്പോളോ 11 എന്ന വാഹനത്തിലാണ് നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിലേക്ക് പോയത്. കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? കൽപ്പന ചൗള. ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ കൽപ്പന ചൗള കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം അപകടത്തിൽപ്പെട്ടാണ് മരണപ്പെട്ടത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചൊവ്വ. ചൊവ്വ ഗ്രഹമാണ് ചുവന്ന ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? യുറാനസ്. യുറാനസ് ആണ് ഉരുളുന്ന ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ ആണ്. അദ്ദേഹം ഏതു രാജ്യക്കാരനാണ്? റഷ്യ. യൂറി ഗഗാറിൻ എന്ന ആദ്യ ബഹിരാകാശ യാത്രികൻ റഷ്യക്കാരനാണ്. ലോകത്ത് ആദ്യമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1. ലോകത്ത് ആദ്യമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 ആണ്. ഭൂമിയും ചന്ദ്രനും ഏറ്റവും അടുത്തു വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? പെരിജി. സൂപ്പർമൂൺ എന്നും പറയും. ഭൂമിയും ചന്ദ്രനും ഏറ്റവും അടുത്ത് വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് പെരിജി അഥവാ സൂപ്പർമൂൺ. ഭൂമിയിൽ നിന്നും ചന്ദ്രൻ ഏറ്റവും അകലെയാണെങ്കിലോ ഈ അവസ്ഥയെ അപ്പോജി എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്. ഈ കേന്ദ്രത്തിൻ്റെ പേര് എന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ഇന്ത്യ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നത്.